ഞാൻ താളിക്ക് വേണ്ടി ചെമ്പരത്തിപ്പൂ പറിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. എനിക്ക് എത്താവുന്നതൊക്കെ ഞാൻ പറിച്ചു, ബാക്കി അമ്മ എനിക്ക് പറിച്ചു തന്നു. ഇതൊക്കെ അച്ഛൻ നട്ടുപിടിപ്പിച്ച ചെമ്പരത്തികളാണ്. അമ്പലത്തിക്ക് പൂ പറിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ പറിക്കും. എന്നിട്ട് ഞങ്ങൾ താളിയൊക്കെ ഉണ്ടാക്കും. പിന്നെ ഞങ്ങൾ താളി ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാൻ പറിച്ചത് റെഡ് ചെമ്പരത്തിപ്പൂവാണ്. അങ്ങനെ ഞാനും അമ്മയും ചെമ്പരത്തിപ്പൂ ഒക്കെ പറിച്ചു. ഈ ചെമ്പരത്തിപ്പൂ കഞ്ഞിവെള്ളത്തിലിട്ട് നിരടിയിട്ടാണ് നമ്മൾ അരിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ വാഴയിൽ ഒടിക്കാനായൊരു കൂമ്പുണ്ടായിരുന്നു. അതൊടിക്കാൻ വേണ്ടിയിട്ട് അച്ഛനൊരു കമ്പ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ കുത്തിയിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കമ്പ് വാങ്ങുന്നത്. ആ കമ്പ് എനിക്ക് പൊക്കാൻ പറ്റണില്ലായിരുന്നു. അങ്ങനെ അച്ഛൻ തന്നെ കമ്പ് വാങ്ങി കൂമ്പൊക്കെ കുത്തിയിട്ടു. ലഞ്ചിന് തോരൻ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളതാണ്. അച്ഛൻ പുല്ല് ചെത്താണ്. അച്ഛന് പുല്ല് എല്ലാം കൂടെ ഒരു ദിവസം ചെത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് അച്ഛൻ ഓരോ ദിവസം കുറച്ച് വെട്ടും. കാരണം വെയിലാറുമ്പോഴേക്കും അച്ഛന് അമ്പലത്തിൽ പോകാനാവും. ഞാനും ഒന്ന് പുല്ല് ചെത്തി നോക്കി, പക്ഷെ അത്ര സിമ്പിൾ അല്ലാന്ന് എനിക്ക് അപ്പം മനസ്സിലായിട്ടുണ്ടായിരുന്നു. കുറച്ച് ചെടി റീപ്ലാന്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് അച്ഛൻ. ഈ ചെടി മാറ്റി ചട്ടി കരുകി വേറെ ചെടി സെറ്റ് ചെയ്യുനി. ഇത് ചട്ടിയിൽ തൂക്കിയിടുന്ന ചെടിയാണ്. അതിനുശേഷം അച്ഛൻ അമ്പലത്തിൽ പോകാൻ വേണ്ടി കുളിക്കാൻ കയറി. പിന്നെ ഞാൻ ചെടിക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു. ഇത് ഇൻഡോർ പ്ലാന്റ് ആയതുകൊണ്ട് നമ്മൾ ഡെയിലി ഒഴിക്കാറില്ല. പിന്നെ പുറത്തുള്ള ചെടിക്ക് വെള്ളം ഒഴിച്ചു. അച്ഛൻ കുളി കഴിഞ്ഞിട്ട് വേണം ഇനി എനിക്ക് കുളിക്കാൻ. അമ്മ ഇതാ സിറ്റൗട്ട് തുടയ്ക്കുകയാണ്. വെയിലായതുകൊണ്ട് വേഗം ചെടിയൊക്കെ ഉണങ്ങുകയാണ്. അതുകൊണ്ട് ചട്ടിയിലെ ചെടിക്ക് നമ്മൾ എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കണം. നിലത്ത് നിൽക്കുന്ന ചെടിക്ക് നമ്മൾ ഒന്നരാടെ വെള്ളം ഒഴിക്കാറുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.